ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2167. ഇന്ന് ഡിസംബർ മാസം 6-ാം തീയതി. ഈ ആണ്ടിലെ 340-ാമത്തെ ദിവസത്തിലെത്തി. ഇത്രയൊക്കെ വേണം ഈ അമ്മയെക്കുറിച്ച് പറയാനായിട്ട്. ഇത്രയൊക്കെ പറയാനായിട്ട് അമ്മയുണ്ടോ? ഉണ്ടെന്നേ. മറിയമെന്ന അമ്മയെക്കുറിച്ച് എന്തുമാത്രം പറഞ്ഞാലും അതിന് ഒരു പൂർണ്ണത വരുന്നില്ല. അവസാനം ഒരു ക്രിസ്തു അനുഭവത്തിലേക്കുള്ള യാത്രയാണ്. അമ്മയിടത്ത് നമുക്ക് ഓർത്തെടുത്തും കണ്ടെത്തിയും എത്തിച്ചേർന്നേ മതിയാവും. വിശ്വാസം, അനുസരണം, ആത്മസമർപ്പണം, ഇതാണ് മറിയത്തിന്റെ ആനന്ദത്തിന് കാരണമായി പിന്നിൽ നിൽക്കുന്നത്. വിശ്വാസം, അനുസരണം, ആത്മസമർപ്പണം. വിളിച്ച് ദൈവം സ്വന്തമാക്കിയതാണ് മറിയത്തെ. അതുകൊണ്ട് തന്നെ ആ കൈകളിൽ നിരുപാധികം വിട്ടുകൊടുത്തതാണ് ഈ ദാസിയുടെ ജീവിതം. ഇനി തന്റെ ജീവിത വഴികളും ലക്ഷ്യങ്ങളും നിർണയിക്കുന്നതും നയിക്കുന്നതും തന്റെ കർത്താവ് ആണ് എന്ന് അവൾ ഏറ്റു പറഞ്ഞു. അതേ, ദൈവത്തെ അവൾ എല്ലാം ഏൽപ്പിക്കുകയാണ്. അടിപതറാത്ത, ചോദ്യം ചെയ്യപ്പെടാത്ത ഈ വിശ്വാസവും സമർപ്പണവും മറിയത്തിന് നൽകിയ സുരക്ഷിതത്വ ബോധത്തിനും ആനന്ദത്തിനും അതിരുകളില്ല. തന്റെ ജീവിതത്തിന് ഒരേ ഒരു ലക്ഷ്യം, ദൈവത്തിന്റെ ഹിതം നിറവേറ്റുക. അതുതന്നെയാണ് മറിയം എന്ന അമ്മയുടെ ആനന്ദത്തിന്റെ അടിസ്ഥാനം. ചാർച്ചക്കാരി ഏലിശബയുടെ സന്തോഷവും സ്തുതിഗീതവും പ്രവചനവുമെല്ലാം മറിയത്തിന്റെ അന്തരാത്മാവിൽ ആനന്ദത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഒരു സ്തോത്രഗീതമായി പ്രവഹിക്കുകയാണ്. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ഉള്ളം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച മറിയത്തിന്റെ ചിന്തയിലും ഓർമ്മയിലും പ്രത്യാശയിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ദൈവം മാത്രമാകുന്നു. അതുതന്നെയാണ് അവളുടെ ആനന്ദത്തിന്റെ കാരണം. എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മറിയം പറഞ്ഞതാണ്. അതിനകത്തെ ആ രണ്ട് വാക്കുകൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ രക്ഷകനായ, എൻ്റെ രക്ഷകൻ. ആ ഒരു വിശേഷണത്തിലെ ഊന്നൽ കാണാതെ പോകരുത്. ദൈവവുമായുള്ള അനന്യമായ ഈ വ്യക്തിബന്ധം മറിയത്തിന്റെ ഹൃദയം നിറയെ ആനന്ദം നിറയ്ക്കുകയാണ്. കർത്താവിൻ്റെ ദാസിയായിരിക്കുന്നതിൽ, കർത്താവിൻ്റേത് മാത്രമായിരിക്കുന്നതിനുള്ള ഒരു ജീവിത സാഫല്യമാണ് സ്തോത്രഗീതം എന്ന് പറയുന്നത്. ദാസിയുടെ താഴ്മയെക്കുറിച്ചുള്ള ആത്മ അവബോധം ശരിക്കും അപകർഷത്തിലേക്കല്ല, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്കല്ല, മറിച്ച് ആശ്രയത്തിലേക്കും ആനന്ദത്തിലേക്കുമാണ്. മറിയത്തെ മാത്രമല്ല, ഏതൊരാളെ നയിക്കുക. സ്വന്തമായി ഒന്നുമില്ല, എല്ലാം ദൈവത്തിന്റെ കൃപാദാനം മാത്രം. ശക്തനായ ദൈവം തന്നിലും തന്നിലൂടെയും ചെയ്യുന്ന വലിയ കാര്യം, ലോകരക്ഷകനായ സ്വന്തം ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ചതാണെന്ന് കൂടി മറിയം വെളിപ്പെടുത്തുകയാണ്, തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം വെളിപാട് കിട്ടിയ, തിരിച്ചറിഞ്ഞ, നമ്മളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ച മറിയത്തെ നമ്മൾ ഇനിയെങ്കിലും കണ്ടും കേട്ടും പഠിച്ചും മുമ്പോട്ട് പോകണം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.